ഇപ്പോൾ കുളപ്പുറം എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ദേശീയപാത വികസനത്തിന്റെ ഒരുപാട് സമരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു മേഖല കൂടിയാണ്. ഇപ്പൊ കുളപ്പുറത്ത് ദേശീയപാതയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം കാണാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസോ ഫീച്ചേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം അന്ന് മുതൽ 3 വർഷത്തോളമായി ഞങ്ങളൊരു കമ്മിറ്റി, ഒരു സമരസമിതി കമ്മിറ്റി ഉണ്ടായി. അതിൻ്റെ ഒരു ചെയർമാനും കൂടിയായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ചെയർമാനും കൂടിയായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ അതിൻ്റെ അതിൻ്റെ കേസുകൾ ഇപ്പോൾ കോടതിയിലാണ്, ആ നിലക്ക് പോകുന്നുണ്ട്. മറ്റുള്ള ശ്രമങ്ങളും MP MLA NHAയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. കോടതിൻ്റെ ആണെങ്കിൽ കോടതിൻ്റെ ആ നിലക്ക് അങ്ങോട്ട് അതും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെമ്പർ ആ വാർഡിലെ കുളപ്പുറം നോർത്തിനുള്ള വാർഡിലെ മെമ്പറായ നിലക്ക് ഇനി ആ കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവും. എവിടെ പോയാലും, കാരണം എന്താ വെച്ചാൽ NHAൻ്റെ ആയാലും മറ്റുള്ള ആയാലും MLA MP മുഖേന അത് നമുക്ക് അവിടെ വെച്ചാൽ ഒരു പാലം വരാമെന്നാണ് നമ്മുടെ നാട്ടുകാരെ എല്ലാവരുടെയും ഉദ്ദേശം. അല്ല, അവിടെ ഒരു പാലം നാട്ടുകാരുടെ ആവശ്യം, പാലമാണ്, കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അത് പാലം വരാനുള്ളൊരു സാധ്യത ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും. കാരണം അത് കോടതിയിലെ കേസ് ആണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ്. അത് ഇനിയിപ്പോൾ പിന്നെ സർക്കാരിൻ്റെ അതിലായാലും ബജറ്റിൽ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, MLA MP മുഖേനയായിട്ടും മറ്റു മന്ത്രിമാരായിട്ടും ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. കോടതിൻ്റെ കാര്യങ്ങൾ കോടതി മുഖേന നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ആ പ്രദേശത്തുള്ള നമ്മുടെ ഈ സമരസമിതിയും എല്ലാം ഞങ്ങൾ ഇതുവരെയുള്ള നമുക്ക് വിട്ട വിവരം അനുസരിച്ചുള്ള അറിയിപ്പ്.